ഹോട്ടൽ മുഴുവനും കൊണ്ടുവരുന്നല്ലോ, ഓരോന്നായിട്ട് കൊണ്ടുവന്നാ പോരെ? ഈ കണ്ട ആൾക്കാർ ഒരുമിച്ചല്ലേ ഓർഡർ തന്ന്? ഇത് ഓപ്പൺ എയർ റെസ്റ്റോറന്റ് ആണ്. ഞാൻ എപ്പോഴും മാനേജറൊക്കെ പറയാറുണ്ട് എന്നെ ഇവിടെ ഡ്യൂട്ടി കിട്ടരുതെന്ന്. 1.5 കിലോമീറ്റർ അപ്പുറത്താണ് കിച്ചൺ. പിന്നെ ഞാനെന്ത് ചെയ്യാൻ? ചെയ്യേണ്ടത് ഞങ്ങളാ. ഓർഡർ ക്യാൻസൽ ചെയ്തിട്ട് പോകണമായിരുന്നു. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ആരോഗ്യം രക്ഷപ്പെട്ടു പോയാന്. അതെന്താ? സിഗരറ്റ് പരസ്യം കണ്ടിട്ടില്ലേ? ഉന്മേഷത്തിന് ഈ സിഗരറ്റ് വലിക്കുക, ആ സിഗരറ്റ് വലിക്കുക, അവസാനം ഒരു വാചകം കൂടെ, പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണെന്ന്. അതുപോലെയാണ് ഹോട്ടൽ ഭക്ഷണം. അത്രയ്ക്ക് മോശമാണോ ഇവിടുത്തെ ഭക്ഷണം? അയ്യോ, ഈ ഹോട്ടലിനെ പറ്റിയല്ല, സിറ്റിയിലെ പല ഹോട്ടലുകളിൽ അതിനെ പറ്റിയാ പറയുന്നത്. വേറെ എന്നാ വേണം സാർ? ടീയാ കാപ്പിയാ? കാപ്പി. വരുന്നേ. ഞാൻ ഇഡ്ഡലി കൊണ്ടുവരാനല്ലേ പറഞ്ഞത്, പിന്നെ എന്തിനാ ദോശ കൊണ്ടുവന്നത്? ഞാൻ ദോശ കൊണ്ടുവരാനല്ലേ പറഞ്ഞത്, പിന്നെ എന്തിനാ ഇഡ്ഡലി കൊണ്ടുവന്നത്? ഞാൻ പൂരി തന്നെ കേട്ടെ, ഏ പൊങ്കൽ കൊണ്ടുവന്നിരിക്ക്. நீங்க என்ன கேட்டது? இட்லி வடை. நீங்களா? தோசை. உங்களுக்கு புரியா? பூரி பூரி. அவ்வளவுதானே? വെയിറ്റർ ഇവിടെ വരൂ. യെസ് സർ. ഇതിൽ പരിപ്പുവട ഏതാ ഉഴുന്നുവട ഏതാന്ന് മനസ്സിലാവുന്നില്ലല്ലോ. 2 കുണ്ടുണ്ടാക്കിട്ടാണ് നിങ്ങൾ കാശ് വാങ്ങിപ്പെട്ടി? കുണ്ടല്ല സർ, സ്പൂണാ. എന്ത് സ്പൂണോ? അതെ അതെ, ഈ സ്പൂൺ വെച്ചൊന്ന് കുത്തി നോക്കുക. സ്പൂൺ വളഞ്ഞു പോയാ പരിപ്പ് വട, തുളിഞ്ഞേറിയ ഉഴുന്നുവട. യെസ്. മുടിയോ? ഇതിപ്പോ നിങ്ങളുടെ തലേന്ന് പറന്നു വീണായിരിക്കും. നമ്മുടെ കിച്ചണിൽ ജോലി ചെയ്യുന്ന ആർക്കും ഇത്ര നീളത്തിൽ മുടി. എനിക്കിത് വേണ്ട. അയ്യോ, ഞാനെങ്കിൽ വേറെ കൊണ്ടുവരാം. വേണ്ടെന്ന്. വേറെ ഒന്ന് കേൾക്കണോ? കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നേ കല്ലോ മുടിയോ കിട്ടിയാൽ ജീവിതകാലം മുഴുവനും ഭക്ഷണത്തിന് മുട്ടുണ്ടായില്ല എന്നാ പഴഞ്ചൊല്ല്. ക്ഷമിക്കണം, ഇവിടെ കിച്ചണിൽ ജോലി ചെയ്യുന്നവർക്ക് ഒരു ശ്രദ്ധയുമില്ല. മനസ്സിലായി. എന്നിട്ടും കുറ്റം വന്നവരുടെ തലയിലിട്ടല്ലോ. എന്ത് ചെയ്യാൻ? അല്ലെങ്കിൽ വയറ്റിപ്പഴപ്പ് വെള്ളത്തിലാവും. ആട്ടെ, ഇനി എന്താ വേണ്ടത്? എന്താടി വേണ്ട? സ്വീറ്റ്, ഗുലാബ് ജാം ഉണ്ടോ? അയ്യോ, അത് മാത്രം വേണ്ട. അതുണ്ടാക്കി വെച്ചിട്ടേ ഒരാഴ്ചയായി. ഇപ്പൊ അത് കഴിക്കണ്ട, ഇനി വരുമ്പോ ആട്ടെ. എന്താ ഇങ്ങനെ നോക്കുന്നത്? നിങ്ങൾ എത്ര ഭംഗിയായിട്ട് സംസാരിക്കുന്നത്. എന്താ പേര്? എന്റെ പേര് എന്താ ഇത്ര മടിക്കുന്നത് പേര് പറയാൻ? ഇത്ര മോശമാണോ പേര്? അല്ല, മോശം ഞാനാ. പേര് നല്ല പേരാ, മനോഹരം. നല്ല പേര്. എനിക്ക് നിങ്ങളെ വളരെ ഇഷ്ടപ്പെട്ടു. ഐ ലൈക്ക് യുവർ ഇന്നസെൻസ്. ഓക്കെ. എനിക്ക് ഇംഗ്ലീഷ് അല്പസ്വല്പമൊക്കെ അറിയാം. പക്ഷെ ഇങ്ങനെ കടുകട്ടിയായി പറഞ്ഞാൽ ഞാൻ പോട്ടെ. I like your innocence. എനിക്ക് നിങ്ങളെ വളരെ ഇഷ്ടപ്പെട്ടു. ഐ ലൈക്ക് യുവർ ഇന്നസെൻസ്. മനു, പഠിച്ചതൊക്കെ മതി. മോനെ പോയി കിടന്നുറങ്ങ. ഒരുപാട് നേരമായി. എനിക്ക് നിങ്ങളെ വളരെയേറെ ഇഷ്ടമായി. നീ എന്താ പറയുന്നത്? ഞാനല്ലേ നിന്റെ മുൻവശത്ത് നിൽക്കുന്നത്. ഐ ലൈക്ക് യുവർ ഇന്നസെൻസ്. നീ എന്തായി പറയുന്നത്? മലയാളം ഇംഗ്ലീഷും എല്ലാം കൂടെ ചേർന്ന് പറയുന്നല്ലോ മോനെ. ഞാൻ പഠിക്കായിരുന്നു. ഐ ലൈക്ക് യുവർ ഇന്നസെൻസ്. എനിക്ക് നിങ്ങളെ വളരെയേറെ ഇഷ്ടമായി. ഐ ലൈക്ക് യുവർ ഇന്നസെൻസ്. എനിക്ക് നിങ്ങളെ വളരെ മതി. നീ ഇന്ന് ഒരുപാട് പഠിച്ചു. പോയി കിടക്ക. മതി. സംശയം. ഒരാളും ഒരു പെണ്ണും, പെണ്ണല്ല ആണ് തന്നെ, അവര് ഒരിടത്ത് വെച്ച് കണ്ടുമുട്ടുന്നു. എവിടെ വെച്ച്? എവിടെയോ വെച്ച് അവര് തമ്മിൽ സംസാരിക്കുന്നു. പിരിയാൻ നേരത്ത് ഒരാള് മറ്റൊരാളോട് പറയുന്നു, എനിക്ക് നിങ്ങളെ വളരെയേറെ ഇഷ്ടപ്പെട്ടെന്ന്. പിന്നെ അല്പം നടന്ന് തിരിഞ്ഞ് ഒരു ചിരി ചിരിച്ചു. ആ ചിരിക്ക് എന്താ അർത്ഥം അമ്മേ? അതോ, എടാ വിവരം കെട്ട വിഡ്ഢി, ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞത് നീ വിശ്വസിച്ചല്ലോടാ മണ്ട എന്നാ എന്റെ അർത്ഥം. കഥ പറയാൻ നിൽക്കാതെ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. രാവിലെ ജോലിക്ക് പോകണ്ട.
രണ്ടുപേര് ആണുങ്ങളായാലല്ലേ അമ്മ പറഞ്ഞ് ശരിയാവും. ഇല്ല, ഒരാള് പെണ്ണല്ലേ. അപ്പൊ രമേശ് ഒരു മറുനാടൻ മലയാളിയായി മാറി കഴിഞ്ഞു എന്നാണെങ്കിൽ പറയാം അല്ലേ? ഇവിടെ ആരും കാണുന്നില്ല. ആരുമില്ലേ? ഇവിടെ ഉണ്ട്. എന്താ വേണ്ടത്? അതുകൊള്ള ശബ്ദമാക്കി നിൽക്കുന്നത് ആളോട് കൂൾ ഡ്രിങ്ക്സ് എന്നാ ഇருக்கு? മലയാളം നടക്കുന്ന ഹോട്ടലാ. മലയാളത്തിൽ തന്നെ ചോദിക്കാം. കുടിക്കാൻ എന്താ? മെനു കാർഡ് കൊണ്ടുവരാം. എന്താ വേറെ തന്നെ കണ്ട് പരിചയമുള്ള മുഖം. വേണ്ടത് എന്നാല് 2 സാത്തുക്കുടി ജ്യൂസ്. രണ്ടായാലും രുചി ഒന്നും സാർ, കളർ വ്യത്യാസമേ ഉള്ളൂ. പിന്നെ 2 കാപ്പി ഉണ്ട്. 2 സ്പെഷ്യൽ കാപ്പി. 2 സ്പെഷ്യൽ കാപ്പി. അതിരിക്കട്ടെ, നീ എവിടെയാണ് താമസിക്കുന്നത്? വൈഫ് ഹൗസിൽ തന്നെ. അതിന്റെ കല്യാണം കഴിഞ്ഞു? എടാ, മദ്രാസിൽ കല്യാണം കഴിച്ചിട്ട് മദ്രാസിൽ സ്ഥിരതാമസമായ ഞാൻ അറിഞ്ഞില്ലെന്ന് പറഞ്ഞ. എടാ, വൈഫ് ഹൗസ് എന്ന് പറഞ്ഞാല് അത് ഹോട്ടലിലാണ് താമസം എന്ന് പറയുന്നത് കേട്ടാ അറിഞ്ഞൂടെ? എനിക്ക് ആ ബുദ്ധി പോയില്ല. പാർട്ടി കൊള്ളാമല്ലോ. എടോ, താനല്പം വിവരവും വിദ്യാഭ്യാസമുള്ള കൂട്ടത്തിലാണെന്ന് തോന്നുന്നു. ഓ, അതൊക്കെ അല്പം സ്വല്പം കുറവാ സാർ. ഇപ്പൊ BA കാരനെ കൂടി ജനം ഒരു BA എന്ന മട്ടിലല്ലേ നോക്കുന്നത്. എന്നാലും പഠിക്കാമെന്ന് വെച്ചു. 8ാം ക്ലാസ് പരീക്ഷയ്ക്ക് എഴുതുക. സാർ എന്റെ കെട്ടില്ല, ഞാൻ കൊടുത്തു. അതിനിപ്പോ എന്താ ഞാൻ കൊടുത്താലും കൊടുക്കണ്ടെന്ന്? വേണ്ട, ഞാൻ കൊടുക്കാന്ന് സാർ. ഇപ്പോഴും എന്റെ കയ്യില്ല. ഓഹോ, അത് കൊണ്ടു. അപ്പോഴേ ഞാനും കൊടുത്തോളാം കേട്ടോ. രമേശ്, അവൻ എത്ര വലിയവനായിരിക്കുന്നു. എന്താടാ മിഴിച്ചു നിൽക്കുന്നേ? നീ എപ്പോഴാണോ വന്ന്? നിനക്ക് സുഖമാണോ? നേരത്തെ നിന്നോട് വന്നില്ലേ? ആ മാഞ്ഞാണെന്ന് തോന്നി. അതുകൊണ്ടാ നിന്നെ ഏതാന്ന് വിളിച്ചത്. അതുകൊണ്ടാ ദേവെന്ന് വിളിച്ചാ മാറി. നിനക്ക് എന്നെ കണ്ടപ്പോ മനസ്സിലായോ? മനസ്സിലായി. നമ്മൾ പണ്ട് പഠിച്ചത് സ്കൂളിലെ ഗോപാല മാസ്റ്റർ അങ്ങനെ എപ്പോഴും പറയാറുണ്ടായിരുന്നു, എടാ നീയൊക്കെ ഹോട്ടൽ പണിക്ക് പോകുന്നതാ നല്ലതെന്ന്. കണ്ടോ, നീ എപ്പോഴാ മദ്രാസിൽ വന്ന? ഞാൻ ട്രാൻസ്ഫർ കിട്ടി വന്ന. വർത്താനം പറയാൻ പറ്റാത്ത നേരമായി പോയി. നീ എവിടെയാ താമസിക്കുന്നത്? ഹോട്ടൽ ഹെവൻ, റൂം നമ്പർ 105. ജോലി കഴിഞ്ഞാൽ ഒറ്റനെ ഞാൻ അങ്ങോട്ട് വരാം. തീർച്ചയായിട്ടും വരണം. തീർച്ച. ഇവിടെ എന്താ സപ്ലൈ